നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ വളപ്പിൽ ഭ്രൂണം കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ദുരൂഹതയില്ല എന്ന് പോലീസ് കണ്ടെത്തൽ. ഗർഭാവസ്ഥയിൽ തന്നെ കുട്ടി മരിച്ചിരുന്നുവെന്ന് വ്യക്തമായി. കൊഴിഞ്ഞാമ്പാറ സ്വദേശിയായ 25 വയസ്സുള്ള ഫ്രാങ്കോയാണ് മാസം തികയാതെ പ്രസവിച്ചത്. 6 ആഴ്ച വളർച്ചയെത്തിയ ഭ്രൂണം ഉപേക്ഷിച്ചു. അതിന് കേസെടുക്കുമെന്നായാലും 25 വയസ്സുകാരിയാണ് അമ്മ. യുവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തീർത്ഥാടക സംഘത്തോടൊപ്പം ബന്ധുക്കളുമായാണ് യുവതി പള്ളിയിലെത്തിയത്. തീർത്ഥാടക സംഘത്തിലുണ്ടായിരുന്ന യുവതിയുടെ മൊഴി ആദ്യം പോലീസ് വിശ്വസിച്ചില്ല. പ്രസവ വേദന പെട്ടെന്നുണ്ടായെന്നും ഭയന്നു പോയതിനാലാണ് ആൺകുഞ്ഞിന്റെ ഭ്രൂണം ഉപേക്ഷിച്ചതെന്നുമാണ് യുവതി പറഞ്ഞത്. യുവതിയുടെ കുടുംബ പശ്ചാത്തലമടക്കം പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണത്തിൽ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള തീർത്ഥാടക സംഘത്തിന്റെ ബസ്സിലാണ് യുവതി പ്രസവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പള്ളിയുടെ സമീപം ബസ് നിർത്തിയപ്പോൾ കോമ്പൗണ്ടിൽ ഭ്രൂണം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത്. യുവതി വിവാഹിതയും 1.5 വയസ്സുള്ള കുട്ടിയുടെ അമ്മയുമാണ്. പ്രസവിച്ച ശേഷം കുഞ്ഞ് മരിച്ചെന്ന് മനസ്സിലായപ്പോൾ ഉപേക്ഷിക്കുകയായിരുന്നു. 6 മാസം വളർച്ചയെത്തിയ ഭ്രൂണാവസ്ഥയിലുള്ള ശിശുവിന്റെ മൃതദേഹമാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ പോലീസും പരിശോധന നടത്തിയിരുന്നു. പള്ളിയിലെ ജീവനക്കാരിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് പാലക്കാട് രജിസ്ട്രേഷനുള്ള ബസ് കടന്നുപോയ ശേഷമായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് വൈദികരെ വിവരം അറിയിക്കുകയും അവരാണ് ടൗൺ പോലീസിനെ സംഭവം അറിയിക്കുകയും ചെയ്തത്. സമാനമായ സംഭവം നേരത്തെയും ഉണ്ടായി. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു. തൃശൂർ കൊടുങ്ങല്ലൂരിലെ ഫ്ളാറ്റിലെ ഫ്രിഡ്ജിൽ നിന്നും 3 മാസം പ്രായമുള്ള ശിശുവിന്റെ ഭ്രൂണം കണ്ടെത്തിയിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഫ്രിഡ്ജിൽ ബോക്സിലാക്കി സൂക്ഷിച്ച നിലയിൽ ഭ്രൂണം കണ്ടെത്തിയത്. ഫ്ളാറ്റിലെ താമസക്കാരായ ദമ്പതികളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. 1 വർഷം മുൻപാണ് ഇവർ വിവാഹിതരായത്. 3 മാസം മുമ്പ് ഫ്ളാറ്റിൽ താമസമാക്കിയതെന്നും 3 മാസമായി ഗർഭിണിയായിരുന്നുവെന്നും ദമ്പതികൾ പോലീസിനോട് പറഞ്ഞു. വയറുവേദന അനുഭവപ്പെടുകയും ശുചിമുറിയിൽ വെച്ച് ഭ്രൂണം പുറത്തു വരികയുമായിരുന്നുവെന്ന് യുവതി പറഞ്ഞു. നശിപ്പിച്ച് കളയാൻ മാനസികമായി ബുദ്ധിമുട്ട് നേരിട്ടതുകൊണ്ടാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ബോക്സിലാക്കി സൂക്ഷിച്ചതെന്നാണ് ദമ്പതികൾ പോലീസിനോട് പറഞ്ഞത്. തൃശൂർ കൊടുങ്ങല്ലൂരിലുള്ള അപ്പാർട്ട്മെന്റിലെ ഫ്രിഡ്ജിനുള്ളിൽ നിന്നാണ് 3 മാസം പ്രായമുള്ള ഭ്രൂണം കണ്ടെത്തിയത്. ഭ്രൂണം സ്വയം വേർപെടുത്തുകയായിരുന്നു. വയറുവേദന അനുഭവപ്പെടുകയും ടോയ്ലറ്റിൽ വെച്ച് ഭ്രൂണം പുറത്തു വരികയും ചെയ്തപ്പോൾ സ്വയമേ തന്നെ ഭ്രൂണം വേർപെടുത്തി. പിന്നീട് എന്ത് ചെയ്യണമെന്നറിയാതെ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കുകയായിരുന്നു. കളയാനുള്ള ബുദ്ധിമുട്ട് കാരണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുവെന്നാണ് യുവതിയുടെ മൊഴി. ചെറിയ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ചാപ്പിള്ള. ഇവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ പുരോഗമിച്ചിരുന്നു. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം സംഭവത്തിൽ വ്യക്തത വന്നു. എന്തായാലും ദമ്പതികളുടെ മൊഴി പോലീസ് ആദ്യഘട്ടത്തിൽ പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തിരുന്നില്ല. സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. ഗർഭചിത്രമാണോ അതോ മനഃപൂർവ്വം ചെയ്തതാണോ എന്നറിയാൻ ശാസ്ത്രീയ പരിശോധനകൾ നടത്താനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.